ആന മാത്രം അവിടെ ഈ കാട് ഒടിക്കുന്ന ഇത് ചീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് എടുത്തപ്പോ തന്നെ വായിക്കൂടിയൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ചവിട്ടിന്നാ പറഞ്ഞത്. ഒന്നും പറയാൻ പറ്റൂല. അതൊരു സുഖമില്ലാത്ത ആളല്ലേ, പണിക്ക് പോയിട്ട് ആ ആള് കൊണ്ടുവന്നിട്ട് വേണം ഈ കുടുംബം കഴിയും. കുട്ടികളൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. ഞങ്ങൾക്കൊരു 10 പേർക്ക് ഞങ്ങൾക്ക് ജോലി ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങൾ അതിനെ നാട്ടിലിറക്കൂല എന്നുള്ളതിന് ഗ്യാരണ്ടി ഞങ്ങൾ വരുന്നു. അപ്പൊ ഞാൻ ഓടി ഈ റോട്ടിൽ വന്നെത്തുമ്പോഴത്തേന് ആളെ കാണുന്നില്ല. ആന മാത്രം അവിടെ ഈ കാട് ഒടിക്കുന്ന ഇത് ചീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ആന ഞങ്ങൾ കൂവിയപ്പോൾ മാറിയപ്പോൾ ഇയാൾ എണിച്ചു നിന്ന് അപ്പം തന്നെ മറിഞ്ഞു വീഴുകയും ചെയ്തു. ഞങ്ങൾ എന്നിട്ട് ആളെ എടുത്ത് ഇവിടെ വരുമ്പോഴത്തേന് പിന്നെ ആന ഓടി വന്നു. 3 ട്രിപ്പാണ് ആന ഓടി വന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂവി ഓടിച്ചിട്ടാണ് അപ്പത്തിനൊരു വണ്ടി വന്ന് ആ വണ്ടിയിലിട്ട് മാനന്തവാടിക്ക് നേരെ കൊണ്ടുപോയത്. ഒരു കാട്ടുകൊമ്പനാണോ അതോ കുറെ ആനകളുണ്ട്? ഇത് ഒരു കൂട്ടത്തിലുള്ള ആനയാ. അതായത് 4 എണ്ണം ഇതിലെ ഓടി, ഒന്ന് ഇത് ആ പുള്ളി ഇതിലെ ഓടിയാന്ന് തോന്നുന്നു. അങ്ങനെ ആ പുള്ളിനെ ഓടിച്ച് ഇതിലെ ഓടി ഇടിച്ച് തട്ടിത്തെറിപ്പിച്ചതാണ്. ചവിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അതായത് വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ അതിന്റെ രക്തസ്രാവം ഞങ്ങൾ ഇവിടുന്ന് എടുത്തപ്പോ തന്നെ വായിക്കൂടിയൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു. എവിടെയും മുറിവുകളൊന്നും കാണുന്നില്ല. വായിക്കൂടി ചോര വരുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ 16 പേരുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ട് ഓടി വന്നതാണ്. ഒച്ചയുണ്ടാക്കിയിട്ടാണ് പോയത്. ഒരു 9:30-9:45 ആ ടൈമിലാണ്. ഇപ്പോഴതാ അവിടെ ഉണ്ട്. അവിടെ നേരത്തെ ഒരു വണ്ടി തടഞ്ഞതാണ്. അവര് തിരിച്ചു വന്ന് ഫോറസ്റ്റുകാർ പോയിട്ട് ഇപ്പൊ ഒരു ഫോറസ്റ്റുകാരൻ പോയില്ലേ, അപ്പൊ പോയിട്ടുണ്ട്. ഇവരത് പടക്കെടുത്ത് വരുന്നുണ്ട് ഫോറസ്റ്റ് ജീവനക്കാര്. രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ആസ്പത്രിയിൽ എനിക്ക് തോന്നുന്നത് രക്ഷപ്പെടാൻ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരുടെ സംസാരത്തിലും ആന ഇവരെ ഓടിച്ച് വീഴിച്ച് പുറത്ത് ചവിട്ടിയെന്നാണ് പോൾ എന്നോട് പറഞ്ഞത്. പുറത്തേക്ക് ചവിട്ടിയെന്നാണ് പറഞ്ഞത്. പുറത്ത് ചവിട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് വാരിയിലൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. ലങ്സിലേക്ക് അത് ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഉള്ളിൽ ബ്ലഡ് ക്ലോട്ടിങ്ങും ആയിട്ടുണ്ടാവണം, രക്തസ്രാവം വന്നിട്ടുണ്ടാവണം. അപ്പോൾ ആ രീതിയിലാണ് പോൾ എന്നോട് പറയുന്നത്. അദ്ദേഹം ആനയെ കണ്ടു ഓടി വീണു. അപ്പോൾ ആന പുള്ളി കവന്ന് വീണപ്പോൾ പുറത്ത് ചവിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ആസ്പത്രി അധികൃതർ വളരെയധികം ശ്രദ്ധിച്ചു, വളരെയധികം നന്നായിട്ട് തന്നെ അവർ പ്രവർത്തിച്ചു. പക്ഷേ അവർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. രണ്ടാമത് എയർ ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ആളെ കൊണ്ടുപോകാൻ നോക്കിയിരുന്നു. പക്ഷേ എയർ ആംബുലൻസ് കിട്ടുവാൻ വൈകി. പിന്നെ നമ്മൾ ICU ആംബുലൻസിലാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ചാണ് മരണപ്പെട്ടത്. ഇവിടെ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലും സ്വാഭാവികമായി ഇൻക്വസ്റ്റിന് വേണ്ടി പോലീസുകാർ പോകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് അവർ പോയിട്ടുണ്ടോ? പോലീസുകാർ ഇന്ന് ഇവിടെ വന്നിരുന്നു. മരണശേഷം ഇവിടെ വന്നിരുന്നു. ഇവിടുന്ന് നമ്മളൊരു അവിടെ അറിയിക്കാൻ പറഞ്ഞിരുന്നു. ഇവിടുന്ന് ഇവരുടെ ബന്ധുക്കൾ പോയി അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുന്നതാണ്. വേറെ ഒരു 5 പേരും കൂടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പോയിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കിട്ടുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ സ്വന്തം ആളാണ്, സ്വന്തം അടുത്തടുത്തുള്ള ഇവിടെ അടുത്തടുത്താണ്. അവൻ കൊണ്ടുവന്നിട്ട് വേണം ഈ കുടുംബം കഴിയണമെങ്കിൽ. ഒരു പെണ്ണിനെ പഠിപ്പിക്കണം, ഒരു ആൺകുട്ടികൾ പോലും ഇല്ല. ഈ ഒരു ആള് മാത്രമേ ഉള്ളൂ, ഒരു മകള് മാത്രമേ ഉള്ളൂ. നല്ലോണം കഷ്ടപ്പെട്ടു. എങ്ങനെ ജീവിക്കുക ഒന്നും പറയാൻ പറ്റൂല. അതൊരു സുഖമില്ലാത്ത ആളല്ലേ, പണിക്ക് പോയിട്ട് ആ ആള് കൊണ്ടുവന്നിട്ട് വേണം ഈ കുടുംബം കഴിയും. രാവിലെ ജോലിക്ക് പോയി എന്നും പോണതാ, എന്നും അങ്ങനെ പോകും. ആഴ്ചയിൽ ഒരു ദിവസം കണ്ടേ ലീവ് ആക്കുള്ളൂ. അവിടെ പോയി ഒപ്പിട്ട് വന്നാണ് അവിടെ കയറി തന്നെ എന്തിനു കഴിയുമെന്ന് കൂട്ടത്തിലുള്ള ആളുകളാണോ ഇവിടെ രാവിലെ തൊഴിലുറപ്പ് ജോലിക്കായിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾ തൊഴിലുറപ്പില്ല. ഞങ്ങൾക്ക് തീർന്നു. ഞങ്ങൾ തൊഴിലുറപ്പിൽ പോയപ്പോ ആന എത്ര പ്രാവശ്യം കണ്ടി ഞങ്ങൾ ഓടി വീണ്. എനിക്ക് പറ്റുമ്പോൾ സുഖമില്ലാത്തൊരു പെണ്ണുങ്ങളെ ഞാനും ഓടി വീണ്. ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോലും കിട്ടാതെ കഷ്ടപ്പെട്ടു പോയായിരുന്നു. എല്ലാ കുടുംബത്തിലും കഴിഞ്ഞ ആഴ്ച അവിടെ ഒരെണ്ണം നടന്ന ഒരു ആഴ്ച പോലും കഴിഞ്ഞില്ല. പാൽ വെളിച്ചത്ത് ഒരു സംഭവം കാണുന്നിട്ട് അങ്ങനെയൊക്കെ പല കഷ്ടത്തിൽ എല്ലാരും ജീവിക്കുന്നു. ഇവിടെ ഞങ്ങൾ പുതിയ പേര് എടുത്തപ്പോ 12 മണി രാത്രി ആയപ്പോഴാണ് ഈ റോഡിന് ആന പോയത് താഴേക്ക്. ഒരു ആന ഇന്നലെ രാത്രി പോയി. ഇവിടെ ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിന് അത്രയും വെട്ടവും വെളിച്ചുണ്ടായിട്ട് ഈ ഇതിലെ ആന പോയി. അന്ന് ഇതുപോലെ ഞങ്ങളുടെ പേരെ പൊളിച്ചിട്ടേക്കാം. ഞങ്ങൾ ഷെഡ് കെട്ടി അതിലായിരുന്നു കൂടിക്കൊണ്ടിരിക്കണേ. ചെറിയ മക്കളും ഉണ്ട്. ഞാൻ എന്റെ മോക്ക് കാല് വയ്യാത്ത. അന്ന് ആന ഷെഡ് പൊളിച്ച് ചവിട്ടി കയറണ്ട. ഒരു മാവുണ്ട്. ആ മാവിൽ പോയി നിന്ന കാരണം മാവിന്റെ മാങ്ങ നോക്കി നിന്ന കാരണം ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ഇങ്ങനെ ഷെഡ് ചവിട്ടി പൊളിച്ച് ആന കയറിയാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ കഷ്ടത്തിൽ അവിടെ ജീവിക്കുന്നത്. ഒരു കൊള്ളി വിറകിനൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ അറിയുന്ന ആളാണോ? പിന്നെ ഞങ്ങളുടെ ഒന്നും പറ്റാ. ഞങ്ങളിവിടെ അടുത്തുള്ളതാ പറ്റേ. ഞാൻ ഇന്ന് രാവിലെ കണ്ടില്ല. ഞാൻ തൊഴിലുറപ്പിന് പോയിക്കൊണ്ട് എനിക്ക് പറ്റാതെയായപ്പോൾ ഞാൻ പോണില്ല. ഇതിലെ കെട്ടിയൊക്കെ മുട്ടിന് വേദനയും നടുവേദനയും കുറുകിപ്പോയി പണിയെടുത്തേച്ച് വന്നേച്ചാ പുള്ളി ഒരു പശു അതണ്ടക്കൊള്ളതിന് പുല്ല് വെട്ടണേ. ആർക്കും സുഖമില്ല. രണ്ടുപേരും അന്നപറ്റി പറ്റുള്ളൂ. ഒരു പെങ്കൊച്ചും ഉണ്ട്, +1 പഠിക്കണേ.
കടുപ്പായി വേറെ പെങ്ങന്മാരെ എല്ലാവർക്കും ഒരു സാമ്പത്തികം ഒന്നും ഇല്ലാത്തവരാ. അമ്മ അപ്പനും മരിച്ചു അവന്റെ. നിങ്ങളവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ആ രാജ്യത്ത് വന്നോ? അതെ, ആന തട്ടി ഒരു 8:30 തട്ടി ആന തട്ടി ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലുണ്ട്. വീട്ടിലുണ്ട് ഇപ്പം ഡിസ്ചാർജ് ആയിട്ട്. ഇപ്പൊ ഇനി സ്വന്തമായിട്ട് എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴും ഉണ്ട് അവിടെ വീടിന്റെ ബേക്കിലായിട്ടാണ്, നമ്മളെ വീടിന്റെ ബേക്കിന്റെ അവിടെ, സ്കൂളിന്റെ അവിടെ ആയിട്ട്. ഇന്ന് പോലെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ. ആനയെ ഭയന്നിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല? ഇല്ല, ഒരു തരവുമില്ല. സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്, അല്ലാണ്ട് വേറെ തരം. ഇയാളെ പോളിയേട്ടനെ നിങ്ങൾ നേരത്തെ അറിയുന്നതാണോ? ഞാൻ അറിയുന്നതാണ്. എൻ്റെ അയൽവാസിയാണ്. പിന്നെ ചേച്ചി അയച്ചാൽ പെണ്ണ് അയച്ചാൽ ഞാൻ പടമലക്കാരനാണല്ലോ. ഇവരോട് ഈ ആനയുടെ ശല്യമൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ആനേൻ്റെ ശല്യമുണ്ട്. ഈ ആന ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇയാൾ കുറുവാദ്വീപിൻ്റെ വാച്ചറാണ്, അല്ല ഗൈഡാണ്. ഈ ഗൈഡ് ഇയാൾ പിന്നെ അവിടെ ഒറ്റയ്ക്ക് അയാളെ ഈ ഫോറസ്റ്റുകാർ തന്നെയല്ലേ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയത്, വേറെ ആരും അല്ലല്ലോ. ഈ ഫോറസ്റ്റുകാർക്ക് തന്നെയല്ലേ ഈ കൊലക്കുറ്റത്തിന് കുറ്റവും. എന്നുവെച്ചാൽ ഈ ഫോറസ്റ്റുകാർക്ക് അറിയാം അവിടെ ആനയുണ്ടെന്ന്. അവർ പിന്നെ 8-10 ആനേനെ കണ്ടതുമാണ്. 8-10 ആനേനെ അവിടെ കണ്ടതുമാണ്. ഈ ആനേനെ കണ്ട സ്ഥിതിക്ക് അവർ ഈ ഒരു വാച്ചർ തന്നെയായിട്ട് ആ കവലയിലേക്ക് വിടേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ വഴി തിരിക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടത്. എന്നുവെച്ചാൽ ഒരു ഭാഗത്തേക്ക് ചേകാടി എന്ന് പറയുന്നത് ബാവേലിക്ക് പോകുന്ന വഴിയാണ്, മൈസൂർ റോഡ്. അപ്പോൾ ആ റോട്ടിൽ നിന്ന് തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് അവർ ആ വാച്ചറെ അങ്ങോട്ട് വിട്ടത്. എന്നുവെച്ചാൽ അവർ അവിടുത്തെ ജീവനക്കാരനാണ്, ആ കുറുവേല ജീവനക്കാരനാണ്. കുറേ കാലങ്ങളായിട്ട് 15 വർഷമായി അയാൾ അവിടെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന വ്യക്തിനെ അയാൾ ഒറ്റയ്ക്ക് ഈ ഫോറസ്റ്റുകാരുള്ള സ്ഥിതിക്ക് ഈ ഫോറസ്റ്റുകാർ അല്ലെങ്കിൽ അതിന് മുൻഗണന കാണണമായിരുന്നു. എന്നുവെച്ചാൽ ഇവർ ഫോറസ്റ്റുകാർ പോയപ്പോഴും ഈ ആനനെ കണ്ടതാണ്, അവിടെ ഈ കൂട്ടാനനെ കണ്ടതാണ്, ഈ ഒറ്റയാനയെ കണ്ടതാണ്. അപ്പോൾ ഈ ഒറ്റയാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അങ്ങോട്ടേക്ക് ഇയാളെ തന്നെ അങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ല. ഉണ്ടോ? അത് പിന്നെ കുറച്ച് പിന്നെ അല്ലെങ്കിൽ ആച്ചർമാരോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരോ അതിന് നടപടി എടുത്തിട്ട് ഇത് കുറുവയിലേക്ക് പോകുന്ന വണ്ടി റോഡാണ്, അപ്പോൾ അവരത് മുൻഗണന കാണിക്കണമായിരുന്നു. ഇപ്പം ആ നമ്മുടെ അജീനെ കൊന്നതുകൊണ്ട് അജീനെ കൊന്ന് പിന്നെ 7ാമത്തെ ദിവസമാണ് ഇന്ന് 7 ദിവസമായിട്ടുള്ളൂ. ഇതുവരെയായിട്ട് ആനേനെ പിടിക്കാനോ ആനേനെ ഇതാക്കാനോ ഫോറസ്റ്റുകാർക്ക് കഴിഞ്ഞിട്ടില്ല, മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. മന്ത്രിക്ക് ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ കുറുക്കുമുള്ളിലുള്ളൊരു പയ്യൻ പറഞ്ഞ മാതിരി അയാൾക്ക് ഗ്ലൂക്കോസ് കൊടുത്താലേ അയാളൊന്ന് എഴുന്നേക്കുള്ളൂ. അയാൾ ഒരു 10 അടി നടക്കുമ്പോഴേക്ക് അയാൾക്ക് ഗ്ലൂക്കോസ് കൊടുക്കണം. പിന്നെ അങ്ങനത്തെ മന്ത്രിനെ നമുക്ക് എന്തിന്? ചെറുപ്പക്കാര് ഈ ഇവിടെയുള്ള ഈ കാട്ടാന, ഒറ്റയാനയുടെ ഒരു കാട്ടാന, അപകടകാരിയായി കാട്ടാന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതാണ്. ഇഷ്ടംമാതിരി പറഞ്ഞാണ്, ഫോറസ്റ്റുകാർക്ക് പറഞ്ഞാണ്, ഇഷ്ടംമാതിരി വണ്ടി ഓടിച്ചതെന്നും പറഞ്ഞാണ്. പിന്നെ കണ്ടവൻ ആൾക്കാർ പിന്നെ ബൈക്ക് പിന്നെ വീണതാണ്, ബൈക്കിൽ പോയിട്ട് ആക്സിഡന്റ് ആയവരുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഇത് തൊട്ടപ്പുറത്ത് ഒരു പന്നി കുത്തിയൊരു പയ്യൻ വീണു. അത് കഴിഞ്ഞിട്ട് അതിനും ഒരു നടപടി ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ ഇതിനോ അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപകടകാരിയായി കാട്ടാന തന്നെയാണോ പോളിനെ ആക്രമിച്ചത്? പോളിനെ ആക്രമിച്ചതായും അപകടകാരിയ കാട്ടാന തന്നെയാണ്. ഈ റോഡ് സൈഡിൽ തന്നെയാണല്ലേ. അപ്പോൾ ഈ ഫോറസ്റ്റുകാരെ നോക്കണ്ടായിരുന്നോ? അപ്പോൾ ഈ 967 ഫോറസ്റ്റുകാർ നമുക്ക് ഇവിടെ ഉണ്ട്. എന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് നോക്കാൻ പറ്റില്ല എന്ന് പറ. നോക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ അവരൊരു പണിയാട്ടെ, എല്ലാവരും വീട്ടിൽ പോയിരിക്കട്ടെ. ഞങ്ങൾക്കൊരു 10 പേർക്ക് ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങൾ അതിനെ നാട്ടിലിറക്കൂല എന്നുള്ളതിന് ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള ആയുധം തരണം. ആയുധം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആയുധം തന്നാൽ മതി. ഞങ്ങൾക്ക് അമ്പും ബില്ലും ഉണ്ട്. ആ ആയുധം ഞങ്ങളുടെ പിള്ളേരുണ്ട്, ഇവിടെ ഞങ്ങളുടെ പിള്ളേരുണ്ട്.